ഇനി നമുക്ക് ചേമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കറി വയ്ക്കണമെന്നൊന്ന് കാണാം. നമുക്കിതിനെ ആദ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. നമ്മൾ ചേമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. തേങ്ങ 1 കപ്പ്, 3 കഷ്ണം ഉള്ളി, ഉപ്പ്, ഉലുവ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പുളിഞ്ചിക്ക ഇരുമ്പം പുളിയാണ്. അതൊരു ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അതിനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് ചേർക്കാനുള്ള കൂട്ട് കാണാം. ഇതിലോട്ട് ചേർക്കാനുള്ള കൂട്ട്: തേങ്ങ, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂണും. ഇവിടെ എരി കൂടുതലാണ് ഈ മുളകിന്. ഉലുവ, പച്ച ഉലുവയാണ്, 1 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഉലുവ കുറച്ച് കൂടിയിരുന്നാൽ ഈ മീനിന് വളരെ ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇതിനൊന്ന് കലക്കി വയ്ക്കണം. മീൻ ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇരുമ്പം പുളി, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്. ഇത് വളരെ ടേസ്റ്റുള്ള മീനാണ്. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ ചില മീനുകൾക്ക് ഞങ്ങൾ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാൽ തിളച്ച് പൊങ്ങത്തില്ല. അപ്പോൾ നമുക്കിതിനെ ഗ്യാസിലോട്ട് വെച്ച് തീ കൊളുത്തും. ഇട്ട് വച്ചിരിക്കുകയാണ് മീൻ. ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും കറി വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറി ഇതിവിടെ എടുക്കുന്നത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ പുളിഞ്ചിക്കയും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.